എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നലെ വൈകുന്നേരം എനിക്കുണ്ടായ തിക്താനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. ഇതൊരു മതത്തെയോ അവരുടെ വിശ്വാസത്തെയോ അധിക്ഷേപിക്കുവാനോ അടിച്ചമർത്തുവാനോ പരസ്യമായി അവരെ തരം താഴ്ത്തുവാനോ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ വൈകുന്നേരം ഞാൻ ഒരു യാത്ര കഴിഞ്ഞ് കുന്നത്തുകാലിനും കൂനമ്മനയ്ക്കും ഇടയ്ക്ക് വരുമ്പോൾ വലിയൊരു ബ്ലോക്കിലകപ്പെട്ടു. നമുക്കറിയാം, സിഗ്നൽ ബ്ലോക്കൊന്നുമല്ല സംഭവം. ഇന്നലെ ഒരു ക്ഷേത്രത്തിൻ്റെ ജാഥ, കാവടി യാത്ര പോവുകയാണ്. ഭയങ്കരമായ ബ്ലോക്ക്, ഒത്തിരി വാഹനങ്ങൾ ഇങ്ങനെ ബ്ലോക്കിൽ അകപ്പെട്ട് കിടക്കുകയാണ്. ഒരുപാട് പല ഘട്ടങ്ങളിലുള്ള ജാഥകൾ, കാവടി യാത്ര ക്ഷേത്രത്തിൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കരമായ അസ്വസ്ഥതയും ഭയങ്കരമായ വിഷമവും തോന്നി. ഞാനിന്നലെ വരുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിനെ പാറശാല ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കിയിട്ട് വരികയാണ്. ഞാൻ ഡോക്ടറെ വീട്ടിൽ കൊണ്ട് കാണിച്ചിട്ട് പാറശാല അഡ്മിറ്റിന് എഴുതി തന്നു. അഡ്മിറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അഡ്മിറ്റ് ചെയ്തിട്ട് ഈ എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും ഫ്രണ്ടും മാത്രമേ ഹോസ്പിറ്റലുള്ളൂ. അപ്പോൾ പെട്ടെന്ന് അത്യാവശ്യമായ സീരിയസ് അവസ്ഥ ആയതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പെട്ടെന്ന് ഇറങ്ങി നടന്നു. അല്പസമയം ഇറങ്ങി തിരിച്ചു വന്നിട്ട് അവർക്ക് അവിടെ കിടക്കാൻ പായ വസ്ത്രമൊന്നുമില്ല. അപ്പോൾ വന്നിട്ടാണ് എനിക്ക് വീട്ടിൽ വന്ന് അവർക്ക് സാധനങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കേണ്ടതാണ്. ശ്രദ്ധിക്കണം, അവർ വേറെ പെട്ടെന്ന് കൊണ്ടുപോകാനുള്ള ആൾക്കാർ കുറവായിരുന്നു. ഞാൻ ട്രാഫിക്കിലകപ്പെട്ടു. കുറേ കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ വിളിക്കുകയാണ്, പക്ഷേ 8 മണിക്ക് മുമ്പ് വന്നാലേ കയറാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, ഒരു രക്ഷയില്ല. കാര്യം ഈ ക്ഷേത്രത്തിൻ്റെ ജാഥയുടെ അകപ്പെട്ടു പോയി, ഒരു രക്ഷയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണമേ. ആ ഹോസ്പിറ്റലിൽ 8 മണിക്കകത്ത് എനിക്ക് തിരിച്ചു കയറി അവർക്കുള്ള സാധനം കൊണ്ടുകൊടുക്കണം. ഈ ട്രാഫിക്കിൽ അകപ്പെട്ടു. അപ്പോൾ എന്നെപ്പോലെ എന്തുമാത്രം ആവശ്യമുള്ളവരാണ് ഈ യാത്ര ചെയ്ത് വരുന്നത്. ഇനി ഞാൻ ആ ട്രാഫിക്കിൽ കുടിയും കിടക്കുമ്പോൾ എൻ്റെ ഒരു പരിചയക്കാരൻ എൻ്റെ അടുത്ത് വന്നു. പുള്ളി പറയുകയാണ്, സഹിക്കുക വഴിയുള്ളൂ, ഒരു വഴിയില്ല. ശരിയാണ്, സഹിക്കുക വഴിയുള്ളൂ. ആൾ പറയാനാ. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു ആംബുലൻസ് ആ രോഗികളെ കൊണ്ടുപോവുകയാണ്. ആ ആംബുലൻസ് പോകാൻ പെട്ട പാട് ഞാൻ ചോദിക്കട്ടെ, ഈ റാലി നടത്തിയവരും റാലിയിൽ ഉള്ളവരുടെ ആരെങ്കിലും ബന്ധുക്കളാണ് ഇത് ഉണ്ടായിരുന്നെങ്കിലോ? അപ്പോൾ എന്തുമാത്രം അപകടകരമായ അവസ്ഥയിലാണ് ഈ സംഭവിക്കുന്നത്. ഇതിവിടെ മാത്രമല്ല, പെരുമ്പഴുതൂർ പലയിടത്തും നെയ്യാറ്റിൻകരയിൽ റോഡ് ബ്ലോക്ക് ചെയ്തൊക്കെയാണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ പറയുന്നു, ഇത് മാറ്റേണ്ട സമയം കഴിഞ്ഞു. ഞാൻ അല്പം മുമ്പോട്ട് കുറേ മണിക്കൂർ കഴിഞ്ഞ് മുമ്പോട്ട് വന്നപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുകൊടുക്കാൻ പറ്റിയില്ല, സമയം കഴിഞ്ഞു പോയി. കുറേ മുമ്പോട്ട് വന്നപ്പോൾ കുറേ ബൈക്ക് ഭയങ്കര ബ്ലോക്കിലകപ്പെട്ടിരിക്കുക. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ജോലി കഴിഞ്ഞ് വീട്ടിലെങ്ങനെ വന്ന് കുളിച്ച് ഡ്രസ്സ് ചെയ്ത് ചായയും കുടിച്ച് വിശ്രമിക്കാൻ വന്ന് വേവലാതിയോടുകൂടെ ഓടി വാഹനം ഓടിച്ച് വരുന്നവരെല്ലാം ബ്ലോക്ക് കിടക്കുകയാണ്. ഇവർക്കൊരു കൂസലില്ല. ഇവർ വണ്ടി ബ്ലോക്ക് ചെയ്താലും കുഴപ്പമില്ല, രോഗി മരിച്ചാലും പ്രശ്നമില്ല. ഇനി അവിടെ ആവശ്യം എന്ത് തന്നെ ആയാലും ഇവർക്ക് പ്രശ്നമൊന്നുമില്ല. ഇവർക്ക് റോഡ് ബ്ലോക്ക് ചെയ്യാം, റോഡ് നിരന്നിങ്ങനെ പോകണം. ഞാൻ ചോദിക്കാം, എന്നിട്ട് വിഷയമല്ല, ഈ കൂനമ്മന 2 പോലീസുണ്ട്, കുന്നത്താൽ 2 പോലീസുണ്ട്. ഈ 2 പോലീസുകാരും ഒരു രക്ഷയില്ല. അവർക്ക് സപ്പോർട്ടാണ്. ഈ പാവപ്പെട്ടവൻ വണ്ടിയിൽ ഇരുന്നാലൊന്നും പ്രശ്നമില്ല. ഈ റോഡ് ബ്ലോക്ക് ചെയ്ത് ഘോഷയാത്ര നടത്തുന്നതിനും പാർട്ടി പ്രവർത്തനമായാലും മതപ്രവർത്തനമായാലും കോടതി നിരോധനമാണ്. കോടതി നിരോധിച്ചിരിക്കുകയാണ്. ഞാൻ പറയുന്നു, ഈ കോടതിയുടെ നിയമമാണ് ഹെൽമറ്റ് വയ്ക്കാതെ വാഹനം ഓടിക്കാൻ പാടില്ല. ഹെൽമറ്റ് വയ്ക്കാതെ വാഹനം ഓടിക്കാൻ പാടില്ല എന്നുള്ളത് കോടതി നിയമമായിരിക്കുമ്പോൾ തന്നെ ഈ പോലീസ് മാമാക്കറിയാലോ ഈ കോടതി നിയമമാണ്, അതുകൊണ്ട് ഹെൽമറ്റ് വയ്ക്കാത്തമാരെ പിടിക്കണമെന്ന്. അതേ കോടതി നിയമമാണ് റോഡിൽ ഇതേപോലുള്ള ബ്ലോക്കുകൾ ചെയ്ത് ഘോഷയാത്ര നടത്താൻ പാടില്ല. ഈ അമ്മമാർ ഹെൽമറ്റ് പിടിക്കുന്നവർക്ക് ഇത് കോടതി നിയമമാണെന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തി വാഹനത്തിന് പോകാനുള്ള സംവിധാനം ഒരുക്കിക്കൂടാ. ആ ചെയ്തില്ല. പോലീസുകാരന്മാർ ഇവർക്ക് സപ്പോർട്ടാണ്. ഞാൻ പറയും, ഇത് ഭയങ്കരമായിട്ട് ഇത് മാറ്റേണ്ട അവസ്ഥ കഴിഞ്ഞു. ഞാൻ ഇത് വീട് ചെയ്യാൻ കാര്യം, ഇത് ഒരുപാട് ഇന്നലെ അവിടെ ഒത്തിരി ഹൈന്ദവ സഹോദരന്മാർ പോലെ വീർപ്പ് മുട്ടുന്ന, അവർക്ക് ഇത് രോഷമുണ്ടാക്കുന്ന ഞാൻ ക്രൈസ്തവനാണ്, ഹൈന്ദവ സഹോദരന്മാർക്ക് പോലെ രോഷമുളവാക്കുന്ന, അവർ വീട്ടിൽ ചെന്നെത്താൻ പാടില്ല, വൈഫുമായി ബാക്കിയിരിക്കുക, യാത്ര ചെയ്യുന്നവർ, കുഞ്ഞുങ്ങളുമായിരിക്കുന്നവർ വീട്ടിൽ എത്താൻ പാടില്ല, എന്തുമാത്രം വെറുപ്പുണ്ടാകുന്നവർ. ഇന്നലെ ആ ഘോഷയാത്രയിൽ കുടുങ്ങിപ്പോയ എല്ലാവരും വെറുപ്പും വിദ്വേഷവും ഭയങ്കര അറപ്പും ഈ ഒരു
സംഭവത്തോട് ഇന്നലെ ഉണ്ടാക്കി. ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ക്രൈസ്തവർ ഘോഷയാത്ര നടത്താറില്ലേ, മുസ്ലിങ്ങൾ നടത്താറില്ലേ? മുസ്ലിങ്ങൾ നടത്താറുണ്ട്. ഞാൻ യാത്ര പോയപ്പോൾ പൂച്ചലിന് അപ്പുറത്ത് വെച്ച് ഒരു മുസ്ലിമിൻ്റെ വലിയൊരു ഘോഷയാത്ര, വലിയ ഏകദേശം 100 കണക്കിന് ആൾക്കാർ വരുന്ന ഒരു റാലി വരികയാണ്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അവർ റോഡൊന്നും ബ്ലോക്ക് ചെയ്തില്ല. അവർ ഒരു സൈഡ് ഒതുങ്ങി കൊടുത്തു, വാഹനങ്ങൾക്ക് പോകേണ്ട സൗകര്യം കൊടുത്തു. ഇനി ക്രൈസ്തവർ ഇതുവരെയും ഇങ്ങനെ സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല. ഇനി എങ്ങാനും ഉണ്ടാക്കിയാൽ ഞങ്ങൾ അനുകൂലിക്കത്തൊന്നുമില്ല. വാഹനം പോകേണ്ട സൗകര്യം ഒരുക്കിയിട്ട് തന്നെ ഏത് ക്രൈസ്തവൻ്റെ റാലിയായി നടത്തുവാൻ പെർമിഷൻ കൊടുക്കുകയുള്ളൂ. ഞങ്ങളതിനെ അനുകൂലിക്കുകയില്ല, സപ്പോർട്ട് ചെയ്യുകയുമില്ല. ശ്രദ്ധിക്കണം, എത്രമാത്രം അപക്വതമായി പ്രവർത്തിക്കുന്ന അത് വിഷാദം. ഇന്നലെ ഈ വണ്ടി പോകുന്ന സമയത്ത് ചെണ്ടകൊട്ടം കുറേ സഹോദരന്മാർ നിൽക്കുമ്പോൾ അത് ഒരു പയ്യൻ, ഒരു ക്ഷേത്രത്തിലെ നേതൃത്വ സഹോദരൻ ബൈക്കിൽ പോകാൻ വേണ്ടി ഈ ചെണ്ടക്കാരനെ ഒതുക്കി വിടുകയാണ്. ഒന്ന് മാറു ബൈക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പം മുമ്പിൽ നിന്ന് ചെണ്ട കൊട്ടുന്ന ഇവന് ഭയങ്കര രോഷമാണ്. ഇവൻ കൂലിക്ക് ചെണ്ട കൊട്ടുന്നവനാണ്. അവൻ മാറിക്കൊടുക്കും, വാഹനം പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ ചെണ്ട കൊട്ടുന്നവന് ഭയങ്കര രോഷമാണ്. എന്ന് പറഞ്ഞാൽ അവൻ റോഡ് നിറഞ്ഞ് മറ്റുള്ളവനെ ബുദ്ധിമുട്ടിച്ച് കൊട്ടിയാലേ അവന് പൈസ സമാധാനമുള്ളൂ. എന്തുമാത്രം നിന്ദപരമായ ലജ്ജാകരമായ പരിപാടിയുമാർ റോഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കുന്നത്താൽ മാത്രമല്ല, പല ഇടത്തും, പെരുമ്പെടുതൂരിൽ, നെയ്യാറ്റിൻകരയിൽ, അതുപോലെ ഇവിടെ പല ക്ഷേത്രങ്ങളിലും ഉത്സവം നടത്തുമ്പോൾ ഇതുപോലെ റോഡ് ബ്ലോക്ക് ചെയ്ത് നടത്തുന്നു. ഞാൻ പറയുന്നു, നിങ്ങൾ റോഡ് ബ്ലോക്ക് ചെയ്യണ്ട. ക്രൈസ്തവർ സമ്മേളനം നടത്താറുണ്ട്, മുസ്ലിങ്ങൾ സമ്മേളനം നടത്താറുണ്ട്. അവരെന്താ റോഡിലാണ് നടത്തുന്നത്? അവരേതെങ്കിലും ഗ്രൗണ്ട് വാടകയ്ക്ക് എടുക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൗണ്ടിൽ ചെന്ന് അത് ചെയ്യാറുണ്ട്. അതുപോലെ ഞാൻ പറയും, ഇവർ നിങ്ങൾ ചെയ്യേണ്ടത് കോടതി, ഇത് നിങ്ങൾ മാച്ച് ഷെയർ ചെയ്യുക, ആരെങ്കിലും അറിയട്ടെ. ഇവ ചെയ്യേണ്ടത് നിങ്ങൾ കോടതി പറഞ്ഞനുസരിച്ചിട്ട് നിങ്ങൾ ഇങ്ങയുടെ സമയത്ത് റോഡ് ആര് കാണാൻ, ആർക്ക് വേണ്ടിയിട്ടാ, ആര് കാണാനാണ് പോണേ? ഇത് കുറേ വഴിവെക്ക് നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് സൗകര്യം കാണാൻ വേണ്ടിയിട്ടാണോ? നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇവരെയൊക്കെ ഒരു ഗ്രൗണ്ട് സ്വീകരിക്കൂ. കുന്നത്തെ സ്റ്റേഡിയം ഉണ്ടല്ലോ, എവിടെ സ്റ്റേഡിയം ഉണ്ട്, എവിടെ ഗ്രൗണ്ടുണ്ട്, അവിടെ നിങ്ങൾ ഇവരെ സ്വീകരിച്ചിട്ട് അവിടെ നിങ്ങൾ കാണിക്കുന്ന ഈ സംഭവങ്ങൾ കാണിക്കുക. തൂക്കലാണോ, ഇനിയിപ്പം ഓട്ടമാണോ, എന്തായാലും ഗ്രൗണ്ടിൽ നിങ്ങൾ വിളിച്ചു കൂട്ടും. റോഡിൽ നടക്കുന്ന അഭ്യാസ പരിപാടി നിർത്തി ജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ജനത്തിന് വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവം നിങ്ങൾ അവസാനിപ്പിക്കണം. ഇന്നലത്തോടെ ഞങ്ങൾക്ക് മാത്രമല്ല, അത് കുടുങ്ങിപ്പോയ ഒരുപാട് പേര് വാഹനങ്ങൾ, ബസ് യാത്ര ചെയ്തവർ, അവർ ഇന്ന് വീർപ്പ് കൂട്ടി, ശ്വാസം മുട്ടിയാണ്, അങ്ങോട്ട് പോക്കുന്നു ഇങ്ങോട്ടും നോക്കി, എന്ത് ചെയ്യണമെന്നറിയില്ല. കാര്യം അവർക്ക് ഏത് ആവശ്യവുമായി പോകാൻ വന്നവരുടെ വീർപ്പ് മുട്ടുകയാണ്. ഈ പരിപാടി ദയവായി സഹോദരങ്ങളെ, നിങ്ങൾ സ്നേഹത്തിൽ പറയുകയാണ്, ഇനിയെങ്കിലും ഈ റോഡ് ബ്ലോക്ക് ചെയ്ത് നിങ്ങൾ ആനയെ കൊണ്ടുവരികയോ റോഡിൽ നിങ്ങളുടെ മതാനുസരണം ചെയ്യുകയോ ചെയ്തുള്ളൂ. പക്ഷെ അതൊക്കെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചും മറ്റുള്ളവരെ വിഷമിപ്പിച്ചും അവരുടെ യാത്രാ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തിയൊക്കെ എന്തിനാ ചെയ്യുന്നത്? എൻ്റെ ആവശ്യം നടന്നില്ല. ഹോസ്പിറ്റലിൽ എൻ്റെ ഫ്രണ്ടും വൈഫും ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. എനിക്ക് കൊടുക്കാൻ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റിയില്ല. ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയെന്നറിയാവോ? ഈ പോലീസുകാരാണെങ്കിലും അവർക്ക് സപ്പോർട്ടാണ്. ജനത്തിൻ്റെ സുരക്ഷയ്ക്കും ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വന്ന പോലീസുകാരന്മാർ ജനത്തെ ബുദ്ധിമുട്ടിക്കുമ്പോൾ അവർ നീ കിടന്നോ ഇവർ വെക്കോട്ടെ എന്നാ. ഇവിടെ അവരെ മാറ്റിവിട്ടിട്ട് അത്യാവശ്യമായി നിൽക്കുന്ന ജനത്തെ പറഞ്ഞേക്കാൻ ആർജവം പോലീസിന് അധികാരികൾക്ക് ഉണ്ടാകണം. ഞാൻ പറയുന്നു, എൻ്റെ സഹോദരന്മാർ, ഇനി പരിപാടി നിർത്തിയിട്ട് നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കരമായ വെറുപ്പും തോന്നുന്ന ജനത്തിന് നിങ്ങളോടല്ല, നിങ്ങളുടെ ഈ പ്രവണതയോട് ഇനി റോഡ് ബ്ലോക്ക് ഇവിടെ നിർത്തിയിട്ട് ഏത് ക്ഷേത്ര പരിസരത്തോ ഗ്രൗണ്ടുകളിൽ നിങ്ങൾ ചെയ്യൂ. നിങ്ങളെ യേശു അനുഗ്രഹിക്കട്ടെ.